കർത്താവ് നൽകിയതായി നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. The Lord has chosen me before the foundation of this world. ലോക സ്ഥാപനത്തിന് മുൻപേ എൻ്റെ ദൈവം എന്നെ തനിക്കായി തിരഞ്ഞെടുത്തു. And at his right time he brought me to this glorious ministry. തക്ക സമയത്തിൽ മഹത്വമായ ശുശ്രൂഷയ്ക്കായി എൻ്റെ കർത്താവ് എന്നെ വേർതിരിക്കുകയും ചെയ്തു. I was born and brought up in a small island called Bahrain. ബഹ്റൈൻ എന്ന ഒരു ചെറിയ ദ്വീപിൽ, അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നു വന്നതും. The Lord helped me to be born and brought up in TPM believers family. TPMലെ വിശ്വാസത്തിൽപ്പെട്ട ഇതേ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. Right from my very young age, the God was dealing to me through very many aspects of my life. ചെറിയ പ്രായം മുതൽക്കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ കൂടെ പല വിധങ്ങളിലായി കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. I remember when I was 4 years old. എനിക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. It is very difficult to remember that, but still it is there in my memory. ശരിക്കും പറയുന്നെങ്കിൽ ആ പ്രായത്തിൽ സംഭവിച്ച ആ കാര്യം ഓർക്കുന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഓർമ്മ അത് ഇപ്പോഴും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. I was naturally an artist. എനിക്ക് പ്രകൃതിയാൽ തന്നെ വരയ്ക്കുവാൻ, ചിത്രരചനയ്ക്ക് ഒരു നല്ല കഴിവുണ്ട്. So I had a storybook of the life of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തിന്റെ ഒരു പുസ്തകം എൻ്റെ കൈവശം അന്നുണ്ടായിരുന്നു. So every time I used to flip through the pages of this storybook. ആകയാൽ ഓരോ പ്രാവശ്യവും ഞാനൊരു കഥ പുസ്തകത്തെ പോലെ അതിനെ കണ്ടുള്ളൂ. ഞാൻ അതിൻ്റെ താളുകൾ മറിച്ചെപ്പോഴും വായിക്കുന്ന പതിവ് എനിക്കുണ്ടായിരുന്നു. So that time I used to come across a page of the crucifixion of Christ. ക്രിസ്തു യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വർണ്ണന എഴുതിയിരിക്കുന്നതായ ആ പേജിൽ ഒരു പ്രാവശ്യം ഞാൻ കടന്നുപോയി. I used to look at this picture and think, why was someone crucified for me? ആ ചിത്രത്തിൽ കണ്ടപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇങ്ങനെ ഒരു വ്യക്തി എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ഇപ്രകാരം ക്രൂശിതനായി മരിച്ചു. I didn't understand why that man was bleeding. എന്തുകൊണ്ട് ആ മനുഷ്യൻ ഇത്രയധികം ദുഃഖിക്കുന്നെന്ന് എനിക്ക് ആ പ്രായത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാതെയിരുന്നു. I kept staring at this image for a long time. ഞാൻ ദീർഘസമയം ആ ചിത്രത്തെ ഉറ്റുനോക്കി അവിടെ അങ്ങിരുന്നു. I asked my mom, what is the reason for this man's bleeding? ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ മനുഷ്യൻ ഇത്രയ്ക്ക് ഇങ്ങനെ രക്തം വാർന്ന് ഒലിക്കുന്ന ഈ അനുഭവത്തിൽ കടന്നു വരുവാൻ കാരണമെന്ത്? She told me it's because of the sins of our lives. അവർ പറഞ്ഞു, നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് കർത്താവ് ഇത്രയെല്ലാം കഷ്ടങ്ങൾ സഹിച്ചത്. But as 4 years old, I didn't know what sin was. എന്നാൽ ആ 4 വയസ്സുള്ള ആ പ്രായത്തിൽ പാപം എന്തെന്ന് എനിക്ക് അറിയാമായിരുന്നില്ല. So this crucifixion of Christ was always attracting to my heart. ആകയാൽ ക്രിസ്തു യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ ചിത്രം എൻ്റെ ഹൃദയത്തിന് എപ്പോഴും ഒരു വല്ലാത്ത ആകർഷണീയത നൽകുന്ന അനുഭവമായി തുടർന്നു. When I was in my 5th standard, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമായപ്പോൾ I came to understand the love of God. എനിക്ക് ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. When we say about chosen before the foundation of this world, ഈ ലോകത്തിന് മുൻപേ എൻ്റെ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ it will be reflected in our childhood itself. അത് ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ ബാല്യത്തിങ്കൽ, ശൈശവത്തിങ്കൽ തന്നെ ജീവിതങ്ങളിൽ പ്രതിഫലിച്ച് പ്രത്യക്ഷമായി വരും. So this incident which I am saying happened to me before I received the anointing of the Holy Ghost. എൻ്റെ ജീവിതത്തിലും ഇതേ കാര്യം തന്നെ സംഭവിച്ചു. ഞാൻ അഭിഷേകത്തെ പ്രാപിക്കുന്നതിന് മുൻപായി തന്നെ. So when I was in my 5th standard, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്തിൽ I went to the Bible study. ഞാൻ വേദപാഠ ക്ലാസ്സിന് കടന്നുപോയി. At that time the pastor over there preached about the crucifixion of Christ. അന്ന് അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ ക്രിസ്തു യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പ്രസംഗിച്ചു. And I started to cry. ഞാൻ അത് കേട്ട് അവിടെ ഇരുന്ന് കരയുവാൻ തുടങ്ങി. When I came home, I cried and slept. ഞാൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ ആ കേട്ടതെല്ലാം എൻ്റെ ഉള്ളിൽ വീണ്ടും വന്ന് ഞാൻ കരഞ്ഞ് ഉറങ്ങിപ്പോയി. That night I had a dream. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. In that dream, it was a beautiful garden. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടതൊരു മനോഹരമായ ഉദ്യാനമായിരുന്നു. I was a little girl. ഞാനൊരു കൊച്ചു പെൺകുട്ടിയാണ്. But my garment was red as crimson. എന്നാൽ ആ തോട്ടത്തിൽ നിൽക്കവേ എൻ്റെ വസ്ത്രം രക്താംബരം പോലെ കടും ചുവപ്പായി കാണപ്പെട്ടു. I saw one old man. ഞാനൊരു വയോധികനെയും അവിടെ കണ്ടു. Very tall and white haired. വളരെ ദീർഘകായനായ നരച്ച തലയുള്ള വെളുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ. It represented his father in the form of the Holy Ghost. അത് ഒരു പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ എൻ്റെ പിതാവിനെ കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി. This father called me from the garden. ഈ പിതാവ് ആ തോട്ടത്തിൽ വന്ന് എന്നെ വിളിച്ചു. And took
me up in his arms. തൻ്റെ കരങ്ങളിൽ അദ്ദേഹം എന്നെ ഉയർത്തിയെടുത്തു. In that garden, after walking for some time, ആ തോട്ടത്തിൽ അങ്ങനെ കുറേ സമയം നടന്നതിനു ശേഷം he put me down in a dark place. ഒരു ഇരുണ്ട സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം എന്നെ താഴെ ഇറക്കി. So by nature, the child will look for the father. By nature, the child will look for the father. ആ ഇരുട്ടായതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനെ ഇറക്കി വിടുമ്പോഴേക്കും ആ കുഞ്ഞ് ഇരുട്ടിൽ തന്റെ പിതാവിനെ തേടും. So I was searching for my father. ഞാനും അവിടെ എൻ്റെ പിതാവിനെ അവിടെ തിരക്കിക്കൊണ്ടിരുന്നു. When I was searching, I saw in the midst of the darkness. ഞാൻ എൻ്റെ പിതാവിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കവേ അന്ധകാരത്തിന്റെ നടുവിലായി ഞാൻ ഇപ്രകാരം ഒരു കാഴ്ച കണ്ടു. I saw the crucified Christ. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞാൻ അവിടെ കണ്ടെത്തി. From very distant and mile I saw. എൻ്റെ ദൂരത്ത് നിന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ആ കാഴ്ചയെ കണ്ടു. But I still remember how I felt broken in my heart. ആ കാഴ്ച കണ്ട ആ ഇളം പ്രായത്തിൽ എൻ്റെ ഹൃദയം എപ്രകാരം തകർന്നു പോയി എന്ന് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. I didn't have the emotional maturity to understand what was happening. സംഭവിക്കുന്നതിന്റെ വൈകാരിക തലങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനുള്ള പ്രാപ്തി അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. But today I understand. ഇന്ന് എനിക്കത് മനസ്സിലാകുന്നു. Why the crucified Christ always touched my heart. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാനുള്ള കാരണം ഇന്ന് എനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു. Everyone says it's the crucified Christ, its bleeding body, stricken and broken. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്, രക്തം വാർന്നൊലിക്കുന്ന ശരീരമാണ്, തകർന്നതായ മുറിവേറ്റ ശരീരമാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. But there was something in the atmosphere that was speaking to me. ഇല്ല, അതിനപ്പുറമായി ആ അന്തരീക്ഷത്തിൽ എന്നോട് സംസാരിക്കുന്ന മറ്റൊന്ന് ഞാൻ അവിടെ കണ്ടെത്തി. Though his blood was bleeding in his body, അവന്റെ ശരീരത്തിൽ രക്തം വാർന്ന് ഒലിച്ചുകൊണ്ടിരുന്നു എങ്കിൽ പോലും I could hear a prayer from that blood which was bleeding. വാർന്നൊലിക്കുന്ന ആ രക്തത്തിൽ ഒരു പ്രാർത്ഥനയുടെ ശബ്ദം ഞാൻ കേട്ടു. It was interceding for millions. ആ ദശലക്ഷക്കണക്കിനുള്ള മാനവരാശിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പ്രാർത്ഥനാ സ്വരം ആ രക്തത്തിൽ നിന്നും ഉയർന്നിരുന്നു. What made that crucifixion very gruesome was, what made